ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ജീപ്പ് റീസ്റ്റോറേഷനാണ്. അപ്പോൾ അതിൻ്റെ വർക്കിലാണിത്. ആദ്യത്തെ 2 പീസും കാര്യമൊക്കെ വെൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ മൊത്തം കട്ട് ചെയ്ത് മാറ്റിയാണ്. പുതിയ പീസാണ്, ഫസ്റ്റ് ക്വാളിറ്റി പീസാണ്. പിന്നെ അതുപോലെ 2 മാർഗാർഡ് 2 സൈഡും പുതിയ ഇട്ടിട്ടുണ്ട്. പിന്നെ കളറൊക്കെ മാറും. അപ്പോൾ ഈ മഹീന്ദ്ര എന്നുള്ള സംഭവമൊക്കെ നമ്മൾ പറിച്ച് കളയാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ കുറച്ച് എക്സ്ട്രാ കമ്പി കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വുഡിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഓക്കെ, ഇത് എവിടെ വെക്കുക ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യണം 2 സൈഡിലും. ഇതിൻ്റെ ഉള്ളിലാണ് വരിക. പിന്നെ ബാക്കിൽ കുറച്ച് എക്സ്ട്രാ കമ്പി ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ പോർഷനിൽ കുറച്ച് എക്സ്ട്രാ കമ്പി വരും. അപ്പോൾ ഫൈനൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇതാ വുഡിൻ്റെ സൈഡിൽ ആ കമ്പി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ എക്സ്ട്രാ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാ ഒരു സൈഡിൽ നിന്ന് നമ്മളെ പുട്ടി ലെവലിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ മാർഗാർഡും കാര്യങ്ങളൊക്കെ ഊരി ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആണ് പെയിൻ്റ് അടിക്കുക. അതുപോലെ തന്നെ ഒരു സൈഡ് പുട്ടി ലെവലിങ് പെയിൻറ്റ് ഫസ്റ്റ് കോട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ പ്രൈമർ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് കോട്ടിനുള്ള. അപ്പോൾ ഇതാ മാർഗാർഡും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് തന്നെ പ്രൈമർ അടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. സീറ്റ് സൈഡിൽ തന്നെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പോർഷനിൽ പ്രൈമറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തടിക്കാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെറ്റാണ്. പിന്നെ ഉള്ളിലത്തൊക്കെ ലാസ്റ്റാണ് നമ്മൾ അടിക്കുക. മറുകാട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിക്കാൻ പോകുന്ന കളർ ഇതാണ്. ബ്ലൂയിഷ് ടൈറ്റാനിയം ബ്ലൂ എന്നാണ് ഈ കളറിൻ്റെ പേര്. പിന്നെ ക്ലിയർ, മിക്സ്, മാസ്കിംഗ് ടൈപ്പ് എല്ലാം ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ ജീപ്പിൽ വരാത്തൊരു കളറാണിത്. യുണീക്ക് സാധനമാണ്. അപ്പോൾ അതാ ജീപ്പിൻ്റെ ഫൈനൽ കോട്ട് പ്രൈമറെല്ലാം അടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്ത പെയിൻറ്റിങ് ആണ് നമുക്ക്. അപ്പോൾ ഇതെല്ലാം മാസ്ക് ചെയ്ത് സെറ്റാക്കിയാണ്. പക്ഷേ ഇന്ന് ഫുള്ള് മഴയാണ്. ഇന്ന് റെഡ് അലർട്ടാണ്. ഫുള്ള് വെള്ളമായി മൊത്തം കുളമാവും. അതവിടെ ബോണ്ടിൻ്റെ അവിടെയൊക്കെ വെള്ളം തെറിക്കുന്നുണ്ട്. നമ്മളെല്ലാം എന്താ മാസ്ക് മുന്നും കാര്യമൊക്കെ ഹെഡ്ലൈറ്റൊക്കെ മാസ്ക് ചെയ്തെല്ലാം സെറ്റാക്കിയാണ്. പക്ഷേ മഴ ഇന്ന് നടക്കും തോന്നില്ല. അതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് പെയിൻറ്റിങ് മാറ്റിയിട്ടുണ്ട്. ഫുള്ള് വെള്ളമാണ്. അപ്പോൾ അത് അടുത്ത ദിവസമായി പെയിൻറ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ മറുകാട് ഉള്ളിൽ പെയിൻ്റ് അടിച്ച് വെച്ച്. അപ്പോൾ ഇനി ഒരു കോട്ട് കൂടി ഉണ്ട്. ഒരു കോട്ട് ഒരു ക്ലിയർ കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കളറ്. ബ്ലൂയിഷ് ടൈറ്റാനിയം ബ്ലൂ. ഇതുവരെ ജീപ്പിൽ വരാത്തൊരു ഷെയ്ഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഉള്ളും കാര്യമൊക്കെ നമുക്ക് ലാസ്റ്റാണ് അടിക്കുക. പിന്നെ ഫൈനൽ സ്റ്റേജിലാണ് നമുക്ക് കറക്റ്റ് ലുക്ക് കിട്ടും. എന്നാലും ഇതും കൊള്ളാം, നൈസാണ്. എന്തായാലും ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ബോഡിയുടെ സെയിം കളർ തന്നെയാണ് നമ്മൾ ഉള്ളിലടിച്ചത്. ഉള്ളിൽ ഒരു കോട്ടാറുള്ളൂ. അപ്പോൾ ഇനി ബമ്പറിനൊക്കെ അടിക്കാനാണുള്ളത്. ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ. ഫ്രണ്ട് ബമ്പറിനും മെറ്റാലിക് ബ്ലാക്ക് അടിച്ചത് നമ്മൾ.
പിന്നെ ബാറ്ററി വെക്കുന്ന ബോഡിയുടെ സെയിം കളർ അടിച്ചിട്ടുണ്ട്. ബോണറ്റിനും സെയിം ആ സംഭവം തന്നെ. പിന്നെ ബാക്ക് ബമ്പറും മെറ്റാലിക് ബ്ലാക്ക് ഫുൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വണ്ടി ഇതാ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലൈറ്റും കാര്യമൊക്കെ ഫിറ്റ് ചെയ്യണം. പിന്നെ ഉള്ളിലത്തെ ഡാഷ് ബോർഡ് നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ആ ഒരു പോർഷൻ മാത്രം, താഴെ ബോഡി കളർ തന്നെ, ഈ ഒരു ഭാഗം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ സീറ്റും കാര്യമൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, ഒക്കെ ഫിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്കിലത്തെ ലുക്ക് ഇതാണ്. അപ്പോൾ ഞാൻ ലൈറ്റും കാര്യവും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബാക്ക് ലൈറ്റ്. എല്ലാം സാധാ സ്റ്റോക്ക് ടൈപ്പ് വരുന്ന നോർമൽ ടൈപ്പാണ്. LED അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഉണ്ട്, ഒക്കെ നോർമൽ ടൈപ്പാണ്. അപ്പോൾ ഇതാണ് ഒക്കെ സാധാ ടൈപ്പ് തന്നെയാണ്. 2 ലൈറ്റ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഇലക്ട്രിക് ഷോപ്പിൽ പോയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ഷോപ്പിലെത്തി. തിങ്കളാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. ഓക്കെ, എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് വണ്ടിക്ക്, ബൾബും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനവും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. കുറേ സാധനം അവരെടുത്ത്, ബൾബും പിന്നെ ഇതാ ഇൻസുലേഷൻ ടാപ്പും ഒക്കെ ഉണ്ട്. അവിടെ പണി നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ അതാ ജീപ്പിന് ഈ ഒരു സംഭവം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഒന്ന് പുതിയ വാങ്ങാൻ വന്നതാണ്. അടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് സാധനം. ഇതിന് സൗണ്ടിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാ പരിപാടിയും കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ഫിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വുഡൊക്കെ സെറ്റ് ചെയ്യാനുണ്ടാകുക ലാസ്റ്റാണ്. ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ്. ഇപ്പം തന്നെ ഒന്ന് വൃത്തിയായി. അപ്പോൾ ഇനി നമുക്ക് നമ്പർ പ്ലേറ്റ് അടിക്കാൻ കൊടുക്കാനുണ്ട്. ഈ സെയിം സാധനത്തിൽ തന്നെ നമുക്കൊരു നമ്പർ അടിക്കണം. അപ്പോൾ നമ്മൾ വുഡൊന്ന് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഫൈനൽ ലുക്ക്. വർക്ക് കംപ്ലീറ്റ് അല്ല. ഇനി നമുക്ക് വുഡും സീറ്റും മാറുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്ന് നമുക്ക് പ്ലാനുണ്ട്, ചെറിയ നമ്പർ പ്ലേറ്റ് ഇടാൻ. പിന്നെ സൈഡിലത്തെ ഒരു ലുക്ക് ഇതാണ്. പിന്നെ ഉള്ളിൽ ഈ സീറ്റ് കവറും കാര്യമൊക്കെ അടിക്കുന്ന വീഡിയോ നമ്മൾ വേറെ ഇടും. വുഡും സീറ്റ് കവറും ഉള്ള വീഡിയോ പാർട്ട് 2 ആയിട്ട് നമുക്ക് ഇടണം. പിന്നെ ഓപ്പൺ ഗ്ലാസ് നമ്മൾ തുറന്നിട്ടുള്ള ഒരു ലുക്കാണ് കണ്ടുകൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും അപ്ലോഡ് ചെയ്യും. നമ്മൾ വുഡ് മാറ്റുന്നു, സീറ്റ് കവർ, മേ ബി ടയർ മാറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കളർ എങ്ങനെ ഉണ്ടെന്നും കൂടിയും പറയണം. ഓക്കെ, ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ ബൈ.